ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ അടൂർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. ഇവളിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഫേസ്. അപ്പോൾ ഇവളുടെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ കുറച്ച് സമയം അവിടെ മിണ്ടാതെ ഇരിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് മാത്രമേ അത് ഉണ്ടാവൂ. ബാക്കി ഫുള്ളിങ്ങനെ വലിച്ചെറിയും അപ്പം തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു വഴിയിലൂടെയാണ് അടൂരിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ പതിയെടുക്ക വഴിയാണ് അടൂർ പോകുന്നത്. കാരണം നമുക്ക് ഡോക്ടറെ പിക്ക് ചെയ്യാനുണ്ട്. ഡോക്ടറെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അടൂർ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബദിയടുക്ക എത്തിയതിന് ശേഷം ഹസ്ബൻഡ് അവിടെ ഷോപ്പിൻ്റെ ആളോട് ഇവിടെ വണ്ടി വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആരൊക്കെയോ വിളിക്കുന്നുണ്ടായതായിരുന്നു. കാരണം ഡോക്ടറെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മളെ വണ്ടിയിൽ പോകാനാണ് അടൂരിലേക്ക്. അങ്ങനെ ഇതാ ഡോക്ടർ വന്ന് വേറൊരു സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്തു. നമ്മൾ പോവുകയാണ്. നമ്മൾ ക്ലിനിക്കിലെത്തിയതിന് ശേഷം കണ്ണനും ചേച്ചി അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇവളിങ്ങനെ കുറേ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ നോക്കുകയാണ്. പക്ഷേ ഇവൾ കുറച്ച് സമയം ഇങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ വന്നതുകൊണ്ട് പിന്നെ ഇവക്കും ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവക്ക് ഞാൻ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കൊടുക്കുകയാണ്. ദോശയാണ് ഞാൻ ഇവക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവക്ക് ഇങ്ങനെ കുറച്ച് പുറത്തത്തെ ഫുഡൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോയാലും നമുക്ക് വീട്ടിലത്തെ ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഹോട്ടൽ ഫുഡ് വീട്ടിലത്തെ അല്ലാതെ ഹോട്ടൽ ഫുഡും. അത് ദോശ തന്നെയാണ് കൂടുതലായിട്ടും നമ്മൾ കൊടുക്കാറ്. ഞാൻ ബൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബൻസ് കഴിക്കുമായിരുന്നു. കാരണം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ അവൾ ഹോട്ടലിലത്തെ ഒരു ഏട്ടനും എടുത്തു. പിന്നെ കണ്ണനും എൻ്റെ ഒന്നിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വിശക്കുന്നില്ലാന്ന്. അപ്പം ഞാൻ പൂരിയും കഴിച്ചു. നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചിയാണിത്. അപ്പോൾ അവരിവളെ കുറച്ച് സമയം ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ടായതായിരുന്നു. പിന്നെ ഇത് അവരുടെ മോളുമാണ്. ഇപ്പോൾ ലീവ് ആയതുകൊണ്ട് ഷോപ്പിൽ വരും. നല്ല ബെൽറ്റ് കിട്ടി നോക്ക്. ബെൽറ്റ് അങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്തോ ചോദിക്കുന്നത് ഇപ്പൊ എല്ലാം അങ്ങനെ ചോദിക്കുന്ന സൗണ്ട് ആക്കിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് അടൂർ വന്ന് എന്തിനാന്ന് വെച്ചാൽ ഇവയ്ക്ക് ഇന്നൊരു വാക്സിൻ ഉണ്ട്. കാരണം 10ാം മാസത്തെ വാക്സിൻ വെച്ച സമയത്ത് ഒരു മെഡിസിന് ഇവിടെ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അത് ഇന്ന് അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ വെക്കുവാണ്. അപ്പോൾ വാക്സിൻ വെച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇതാ വാക്സിൻ വെച്ചിട്ട് അപ്പോൾ തന്നെ തിരിച്ചും വന്നു. അപ്പം ഞാൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു. കാരണം ഇവൾ കരയുമായിരിക്കുമെന്ന്. കാരണം ഇപ്പോൾ ഇവർക്ക് കുറച്ച് അറിയാനായതുകൊണ്ട്. അപ്പോൾ നമ്മളെ മുഖം നോക്കിയിട്ടായിരിക്കും കരയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കരഞ്ഞിരുന്നു. പക്ഷേ ഇത് വേദന ഒന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. കരഞ്ഞിട്ടൊന്നുമില്ല. ഭയങ്കര ഹാപ്പി മൂഡിലാണ് ആളുള്ളത്. നമ്മൾ ഓട്ടോയിലാണ് വന്നത്. കാരണം ഹസ്ബൻഡിന് കുറച്ച് തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിലെത്തിയതിന് ശേഷം ഇതാ മെഡിസിൻ്റെ കുപ്പിയാണ് കയ്യിലുള്ളത്. അപ്പോൾ ഇവൾ നല്ല ഉറക്കമായിരുന്നു. ഞാനും കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവൾക്ക് ഇവിടുത്തെ ഒരു ഹോട്ടലിലത്തെ ചേച്ചി മിക്സിയിലൊക്കെ അരച്ചിട്ട് തരും ചോറ്. നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഇവളെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഞാനുണ്ടല്ലോ നേരത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഇവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ചൂടുപ്പാ. പണ്ടല്ലോ ചൂടായതുകൊണ്ട് ഇവക്ക് ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇപ്പോൾ. കാരണം ഭയങ്കര ചൂട്. അപ്പോൾ
ഡ്രസ്സ് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ നമ്മുടെ ക്യാമറാമാൻ്റെ കയ്യിലാണ് അവളുള്ളത്. പിന്നെ ഇതാ ഇവർ കളിപ്പിക്കുവാണ്. അപ്പോൾ ബോളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതിലും കളിപ്പിക്കുന്നുണ്ടായതായിരുന്നു. പിന്നെ കണ്ണന് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ട് വെച്ചതുകൊണ്ട് ഡാൻസ് കളിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ കണ്ടിട്ട് വാവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കണ്ണനെ മെൻറ്റോസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവനെയും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുവാണ്. പക്ഷെ അവിടെ മെൻറ്റോസ് ഇല്ലാത്തതുകൊണ്ട് ആൾ മെലഡി എടുത്തിട്ട് വന്നു. ഹലോ, കടയിൽ പോയിട്ട് ഫ്രൂട്ടിയും ഐസും ഒക്കെ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരാളാ എൻ്റെ അടുത്ത് വന്നിട്ട് നിന്നിട്ടുണ്ട് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. പാവ, എനിക്ക് കിട്ടുന്നൊന്നുമില്ല. അയ്യോ, കിട്ടുന്നില്ല. ഒരു സാധനം കുടിക്കാനൊന്നും വിടുന്നൊന്നുമില്ല. ഇതിപ്പോ ഞാനത് തീർത്തിട്ട് അവളെ കയ്യിൽ കൊടുത്തതാണ്. ഞാനൊരു ചോക്ലേറ്റിന്റെ ഒരു സിപ്പപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് ഇരുന്ന് കുടിക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നൊന്നുമില്ല പാവം. ഇവക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പഴം നേന്ത്രം പഴം അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ ഇത് നല്ലോണം പഴുത്തതുകൊണ്ട് നമുക്ക് കയ്യിൽ തന്നെ ഒടിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അത് കൊടുക്കുന്നുള്ളതാണ്. കിയാര അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച് മുകളിൽ പോവുകയാണ്. അപ്പോൾ അതാ റെയിൻബോ ഒക്കെ കണ്ടു. അപ്പോൾ കുറേ നാളായി ഒരു റെയിൻബോ ഒക്കെ കണ്ടിട്ട്. പിന്നെ നമ്മൾ വീണ്ടും പോവാൻ വേണ്ടിയിട്ട് താഴേക്ക് വന്നു കുറേ സമയം കഴിഞ്ഞിട്ട്. ഇവള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, കാരണം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. കാരണം ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് കുറച്ച് ബിസി ആയിരുന്നു, കല്യാണമൊക്കെ ആയിട്ട്. അതിൻ്റെ വീഡിയോസ് എന്തായാലും ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. നമ്മളെന്തായാലും പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നതാണ്. ഇവർക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്താനാവുമ്പോൾ നല്ല മഴയായിരുന്നു പോകുന്ന വഴിക്ക്. ഡോക്ടറെ ഡ്രോപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ വീണ്ടും പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.